നമ്മൾക്ക് ജീവൻ തന്നവനേ ചാട്ടവാറടിയേക്ക് കുരിശും തന്നോളിലേക്ക് പ്രാണവേദനയോട് ഗോൽഗോഥയിലേക്ക് ചാട്ടവാറടിയേക്ക് കുരിശും തന്നോളിലേക്ക് പ്രാണവേദനയോട് ഗോൽഗോഥയിലേക്ക് പാപം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച ദേവദാസനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മരണത്തിൽ നിന്ന് നീക്കുപോക്കുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ നടുവിൽ പാടുവാനും സാക്ഷ്യം പ്രസ്താവിപ്പാനൊക്കെ ദൈവം അവസരങ്ങളെ വേർതിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവനെ ഇതിലും വലുത് പാടുവാൻ, വലുത് എഴുതുവാൻ ഒക്കെ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു വലിയ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരു കാലഘട്ടം. മറ്റേ ജീവിതം ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു കാലഘട്ടം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കാലഘട്ടം. വലിയവരെന്നോ ചെറിയവരെന്നില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരും മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടം.
സ്കൂളൊന്നുമില്ല, പള്ളികളൊന്നുമില്ല, അമ്പലങ്ങളൊന്നുമില്ല. എല്ലാ രംഗത്തും മയക്കുമരുന്നിന്റെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രിയപ്പെട്ടവരോട് 4-5 വയസ്സുള്ള കുഞ്ഞുചേർന്നകളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുട്ടായി രൂപത്തിൽ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുക, അവരുടെ തലമണ്ടയിൽ ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം മുമ്പോട്ട് പോകും. ദൈവത്തിന്റെ വലിയ സഹായം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ വലിയ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി ഇതുപോലെയുള്ള ആത്മീക സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ചില നാളുകൾക്ക് മുമ്പ് ഈ പറയുന്ന വ്യക്തിയായിരിക്കുന്ന ഞാനും യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടില്ലായിരുന്നു എങ്കിൽ മദ്യത്തിലും കഞ്ചാവിലുമൊക്കെ അടിമപ്പെട്ട് എന്നെ ലോകത്തിൽ നിന്ന് മാറിപ്പോയത്. പിന്നിലെ പട്ടണത്തിൽ പാറാമണൽ ലോഡ് ചെയ്ത് ഒരു ലോഡിങ്ങുകാരനായി ജീവിച്ച് സമൂഹത്തിന്, ഭവനത്തിന്, മറ്റുള്ളവർക്കൊന്നും ഒരു പ്രയോജനമില്ലാതെ സമ്പാദിക്കുന്ന പണമെല്ലാം മദ്യഷാപ്പുകളിലും ചീട്ടുകളിലും അങ്ങനെ ചെലവിട്ടേണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു സുവിശേഷ സന്ദേശമായിരുന്നു എന്നെ മാറ്റിമറിക്കുവാനിടയായത്. എന്റെ ജീവിതത്തിൽ നല്ല ഡ്രസ് ധരിക്കുവാൻ പഠിപ്പിച്ചത് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലെ ആരെങ്കിലും മദ്യത്തിലും മയക്കുമരുന്നുകളൊക്കെ ആശ്രയിച്ച് ഒരുപക്ഷെ ജീവിതം വേണ്ട, മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർക്ക് മരണത്തിൽ നിന്നൊരു നീക്കുപോക്ക് വരുത്തുവാൻ, അവർക്ക് ദൈവം കൊടുത്ത ആയുസ്സ് മൊത്തം ജീവിച്ചു തീർക്കുവാൻ ഈ സന്ദേശം ചിലപ്പോൾ പ്രയോജനപ്പെടുവാനിടയായിത്തീരും. യേശു ഒരിക്കൽ പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്. രോഗമില്ലാത്തവർ ഒരിക്കലും ഡോക്ടറെ കാണാൻ പോകുകയില്ല, ചികിത്സ തേടുകയില്ല. അങ്ങനെയാണെങ്കിൽ രോഗമുണ്ടെങ്കിൽ ആ വ്യക്തി ഡോക്ടറെ സമീപിപ്പാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ മരണം കൊതിച്ച് ജീവിതം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം അവരെ രൂപാന്തരപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിൽ അവരെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ഈ പകൽ ഈ പ്രദേശത്തോട് അല്പസമയം സുവിശേഷം പങ്കുവെച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ തങ്കച്ചൻ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹം ചില മിനിറ്റുകൾ ദൈവിക സന്ദേശം ഈ ദേശത്തോട് പങ്കുവെക്കും. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ ചാരത്തും ദൂരത്തുമായി ശ്രമിക്കുന്ന ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാ ആളുകൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാനന്ദനത്തെ അറിയിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പാട്ടുകളെ കുറിച്ചും പ്രഭാഷണങ്ങളെ കുറിച്ചൊക്കെ ഈ യോഗം ലീഡ് ചെയ്യുന്ന ദൈവദാസൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശം, മദ്യപാനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന നസ്രായനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ സത്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുവാനോ ഇടയായിട്ടുണ്ട്. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ
ഒരു കാലത്ത് താനും ഒരു മദ്യപാനിയായി വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളരുതാത്തവനായി കിട്ടുന്ന പൈസ മുഴുവനും ബാറിലും ഷാപ്പിലും കൊടുത്തിട്ട് നല്ല ഒരു ആഹാരം കഴിക്കാൻ കഴിയാതെ, നല്ല ഒരു വസ്ത്രം ധരിക്കാൻ കഴിയാതെ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയാതെ ജീവിതത്തിലായിരിക്കുന്ന ഒരു ഭൂതകാലം ജീവിതത്തിലുണ്ടായി.